ഫ്രണ്ട്സ്, നമ്മുടെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ്, അതായത് എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതൊരു ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, DGCA അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പം മെയിൻ്റനൻസ്, റിപ്പയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ സാലറി തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏകദേശം 59.4K ആയിട്ടുണ്ട്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊരു 1 lakhിലേക്ക് എത്തുക എന്നുള്ളതാണ് അടുത്തൊരു ഗോളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 59.4K ആണ്. അപ്പോൾ നിങ്ങളൊരു 1 lakhിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഓഫീസർ സ്കെയിൽ എന്ന് പറയുന്ന 1 to 3ലേക്കൊക്കെ കേരള ഗ്രാമീൺ ബാങ്കിലൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NPCLൻ്റെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളാണ്. HPCLൻ്റെ വേക്കൻസി ഉണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, MBA, MSc, PG, DML, CA ഒക്കെ ഉള്ളവർക്ക് കേരള ഹൈക്കോടതിയിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസികൾ കൂടെ കാണാൻ പറ്റും. NPCC, അതുപോലെ BSFൻ്റെ ഒക്കെ വേക്കൻസികളും അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് കയറി നിങ്ങൾ നോക്കുക. അതോടൊപ്പം നമ്മുടെ സൈറ്റിലൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 5/6/2024. ഈ നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ വറീഡ് ആണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്കാൻ ചെയ്തിലുള്ള മിസ്റ്റേക്കാണ്. ഇത് സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണ് അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്ര ക്ലാരിറ്റി ഇല്ല. സാധാരണ നല്ല ക്ലിയർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്, നല്ല കളർഫുൾ നോട്ടിഫിക്കേഷനാണ് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന്, നമുക്ക് AICLൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അവർ സ്കാൻ ചെയ്തിലുള്ള എന്തോ മിസ്റ്റേക്കാണ് കേട്ടോ. തീരെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് കാണാം, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ട്രെയിനി എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാക്കാണ്. അപ്പോൾ ഈ ഫിക്സ്ഡ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കരാറടിസ്ഥാനത്തിലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇനീഷ്യലി 5 വർഷത്തേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ 5 വർഷത്തേക്ക് നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങളെ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ അതിൽ നല്ല വർക്ക് ചെയ്ത് കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, 5 വർഷം എന്തെങ്കിലും കൂട്ടിത്തരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ആവുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റു വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ കയറാനും നമുക്ക് ആ മേഖലയിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പം ആദ്യത്തെ 5 വർഷം അത് കഴിഞ്ഞ് നമ്മൾ കമ്പനിക്ക് ആവശ്യമുണ്ട്, വീണ്ടും 5 വർഷം എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, കാരണം കരാറടിസ്ഥാനത്തിൽ വന്നപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് മുംബൈ ബേസിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പാൻ ഇന്ത്യ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ സർവീസ്, MRO എന്ന് പറയുന്നത് മെയിൻ്റനൻസ്, റിപ്പയർ, അത് ഓവർഹോൾ, ഇത് എന്ന് പറയുന്നത് ഈ ഒരു പാൻ ഇന്ത്യ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ വേക്കൻസി ഉണ്ടാവും കേട്ടോ, കേരളത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നീട് നമുക്ക് എവിടെ വേണമെങ്കിലും അവരെ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണ്ടീഷനൊക്കെ ആണ് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ്. 1/6/2024 ഇതിൻ്റെ ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ നോക്കുന്നത് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ B1, അതുപോലെ ട്രെയിനി ടെക്നീഷ്യൻ B1 ആണ്. ഇത് മെയിൻ്റനൻസ് ആൻഡ് ഓവർഹോൾ ഷോപ്പിലേക്കാണ് ഇത് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പം ഈ B1 B2 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് മറ്റേത് മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട, മറ്റേത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആകുമ്പോൾ എന്താണ് B2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാം, നമുക്ക് എക്സ് സർവീസ്മാൻ ഉള്ളത് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ് സർവീസ്മാനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, മറ്റുള്ള ഉദ്യോഗാർത്ഥികളുടെ നമ്മൾ പറയുന്നത് സാധാരണ നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് AME ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അതായത് മിനിമം 2 അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നിരിക്കുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കോഴ്സോ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് മിനിമം 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ ആണ് ഡ്യൂറേഷൻ കണക്കാക്കുന്നത്. അതിന് മെക്കാനിക്കൽ സ്ട്രീമിലായിരിക്കണം നമ്മൾ ചെയ്തിരിക്കേണ്ടത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% മാർക്ക് മതി കേട്ടോ. ഇനി ഈ പറയുന്ന കാറ്റഗറി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിലെന്ന് വെച്ചാൽ 3 വർഷം ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലോ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇതിലേക്ക്, പോളിടെക്നിക്കോ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും ഇതിൽ പരിഗണിക്കുന്നുണ്ട്, ഞാൻ പറയാം.
അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഏവിയേഷൻ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ആൻഡ് ഷോപ്പിലൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പ്, ഇതാണ് ഈ അപ്രൻറ്റീഷിപ്പിൻ്റെ ബെനിഫിറ്റ് പറയുന്നത്. എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുകൾ ഏതെങ്കിലും ഒരു വർഷത്തെ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ലെസ് ദാൻ എന്താണ് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് 1 ഇയർ നമുക്ക് തികഞ്ഞിട്ടില്ല, നമുക്ക് ചെറിയ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും ഈവൻ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിനൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഉറപ്പ് പറയുന്നില്ല, നമുക്ക് ലെസ് ദാൻ 1 ഇയർ ആണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് അത്ര ഈ പറയുന്ന 1 ഇയർ മിനിമം വേണമെന്നുള്ളതാണ് നിർബന്ധം. എന്നാൽ നമുക്ക് ഒരു വർഷത്തിൽ കുറവുള്ളവർക്കും എന്ത് ചെയ്യാം, ജസ്റ്റ് വേറെ ഇവിടെ നമുക്ക് 2 മാസം 3 മാസം എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു വർഷത്തിൽ കുറവുള്ള ആ ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോസ്റ്റാണ് കിട്ടുക. ഒന്ന് നമുക്ക് എയർക്രാഫ്റ്റ് ടെക്നീഷ്യനാണ്, അത് ഈ പറയുന്ന മിനിമം ഒരു വർഷം അതിലേക്ക് വേണം. പിന്നെ നമുക്ക് കിട്ടുക ഈ പറയുന്ന ട്രെയിനി ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് കിട്ടുക. ഈ ട്രെയിനി ടെക്നീഷ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 6 മാസം നമുക്ക് എന്താണ് അവർ ട്രെയിനിങ് തരും. ആ സമയത്ത് നമുക്ക് 15,000 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ടാകുക. ഈ 6 മാസം നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, 5 വർഷത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ഏകദേശം 30ൻ്റെ അടുത്തൊക്കെ ആയിട്ട് സാലറി നമുക്ക് ലഭിക്കും. ഇനീഷ്യൽ സാലറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. 30-നകത്ത് അല്ലെങ്കിൽ മുകളിലായിട്ടാണ് നമുക്ക് ലഭിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത നമ്മൾ പറയുന്നത് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ B2 ലെവലാണ് പറയുന്നത് കേട്ടോ. അതിലും എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഉണ്ട്, അതുപോലെ ട്രെയിനി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലെസ് ദാൻ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ് സർവീസ്മെൻറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം എത്ര ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയില്ല. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് മറ്റുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഈ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ B2 ലെവൽ നമുക്ക് നോക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ പറയുന്ന AME ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മിനിമം 2 അല്ലെങ്കിൽ 3 വർഷം ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. ഏവിയോണിക് സ്ട്രീം ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. 60% മാർക്ക് വേണ്ടത്. എന്നാൽ SC/ST OBC ആണെങ്കിൽ 55% മാർക്ക് മതി. ഇനി അതല്ലെങ്കിൽ മറ്റുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ. അതിവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, റേഡിയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. SC/ST OBC ആണെങ്കിൽ 55% മതി. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, എക്സ് സർവീസ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ നോക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏവിയോണിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഓവർഹോൾ ഷോപ്പിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ. ആ എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി ലെസ് ദാൻ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന ട്രെയിനി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു വർഷം നിർബന്ധമല്ല. അങ്ങനെയുള്ളവർക്ക് ട്രെയിനി ആയിട്ടാണ്. അത് ഞാൻ പറഞ്ഞു. ഇനീഷ്യലി 6 മാസം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ട്രെയിനിങ് ലഭിക്കും. 15,000 പെർ മന്താണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഈ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്ന, ഈ പറയുന്ന എന്താണ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു 5 വർഷത്തേക്കുള്ള പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ആണ്. 1/6/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ജനറൽ EWS ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന റിസർവേഷനൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് ആയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ താലൂക്ക് നിശ്ചയിത് തഹസിൽദാർ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1/6/2024 എനിക്ക് 35 ആവും അല്ലെങ്കിൽ 38 40 എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറുക. ഈസി ടൂളുണ്ട്, നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് ഈ ഡ്യൂറേഷനാണ് കോൺട്രാക്റ്റിൻ്റെ. ഞാൻ പറഞ്ഞു 5 വർഷത്തേക്കാണ് ഇനീഷ്യലി നമ്മളെ പോസ്റ്റ് ചെയ്യുക. വീണ്ടും ഇവിടെ തന്നെ ഞാൻ വെറുതെ തള്ളി മറിക്കല്ല, ഇവിടെ തന്നെ പറയുന്നുണ്ട് വീണ്ടും 5 വർഷം നമ്മുടെ പെർഫോമൻസും കമ്പനിയുടെ റിക്വയർമെൻറ്റും അനുസരിച്ച് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ 10 വർഷം എന്ത് ചെയ്യും. വീണ്ടും കമ്പനി എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ വെറുതെ വിടുകയും ചെയ്യില്ല. അവരെന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, അത് വേണമെങ്കിൽ അവിടെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ സാലറി കാര്യങ്ങളാണ്. എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 27,940 രൂപ നമുക്ക് മന്ത്ലി കിട്ടും. പിന്നെ നമുക്ക് PF അങ്ങനെയുള്ള കുറച്ച് ആനുകൂല്യങ്ങൾ കാര്യങ്ങൾ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അടുത്തപോലെ ട്രെയിനി എയർക്രാഫ്റ്റ് ടെക്നീഷ്യനിലേക്ക്, അതായത് ലെസ് ദാൻ 1 ഇയർ ഡ്യൂറേഷനിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ അങ്ങനെയുള്ളവരെ ഇനീഷ്യലി 6 മാസത്തേക്കാണ് എടുക്കുക. അപ്പോൾ ആ 6 മാസം നമുക്ക് മന്ത്ലി എന്താണ് 15,000 രൂപയാണ് കിട്ടുക. അപ്പോൾ ഈ ട്രെയിനി എയർക്രാഫ്റ്റ് ടെക്നീഷ്യനിലേക്ക് 15,000 ആണ് നമുക്ക് ലഭിക്കുക കേട്ടോ. അതായത് ഒരു വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ പറയുന്ന ട്രെയിനി എയർക്രാഫ്റ്റ് ടെക്നീഷ്യനായിട്ട് എന്ത് ചെയ്യുന്നത്, 6 മാസത്തേക്ക് നിയമിക്കും. ആ ഒരു ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്ന സമയത്ത് നമുക്ക് 15,000 ആണ് പെർ മന്ത് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കയറി പറ്റാൻ പറ്റുന്ന നല്ലൊരു സ്കീമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതുമായി
ബന്ധപ്പെട്ട് 2-3 മാസം ഇനിയും അടുത്ത വർഷമൊക്കെ ഇതുപോലെ എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4-5 മാസമൊക്കെ ജസ്റ്റ് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്രന്റീഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ട്രെയിനിങ് ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 5 വർഷത്തേക്ക് നമ്മളെ നിയമിക്കുന്നതാണ്. മറ്റ് പോസ്റ്റിനെ പോലെ തന്നെ നമ്മളെ നിയമിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു ഗൂഗിൾ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പോസ്റ്റിനും നമ്മൾ സെപ്പറേറ്റ് B1 വേറൊരു ഫോം ഉണ്ട്, B2 വേറൊരു ഫോം ഉണ്ട് കേട്ടോ. അതായത് ട്രെയിനീസിന് വേറൊരു ഫോം, അതുപോലെ മറ്റേ എയർക്രാഫ്റ്റ് ടെക്നീഷ്യന് വേറൊരു ഫോമാണ്. രണ്ട് ഫോമാണ് തന്നിരിക്കുന്നത്, B1 B2 അല്ല കേട്ടോ. അല്ലാതെ തന്നെ ഈ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം, ടെക്നീഷ്യൻ എയർക്രാഫ്റ്റ് ടെക്നീഷ്യനും മറ്റേത് ട്രെയിനി ടെക്നീഷ്യന് വേറെയും ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പം അത് നമുക്ക് എത്രയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25 ജൂണാണ്. 25 ജൂൺ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ 25 ജൂണിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്, നല്ല എമൗണ്ട് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 1000 രൂപയാണ് അപേക്ഷാ ഫീസ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഈ 1000 രൂപ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ജനറൽ OBC കാൻഡിഡേറ്റ്സിന് മാത്രമാണ് 1000 രൂപയുടെ ഫീ ആയിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു SC ST ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫീ റിലാക്സേഷൻ ഉണ്ട്, പക്ഷേ അതിവിടെ ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക അതിലെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം അത് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീ അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഓൺലൈനായിട്ടാണ്. അത് നമുക്ക് എന്താണ് NEFT വെച്ചിട്ടോ അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ ഗൂഗിൾ പേ UPI ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടയ്ക്കാം. അത് നമ്മൾ ഇതാണ്, നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ ചെയ്ത് നമുക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് അടിക്കാം. എന്നിട്ട് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. അതല്ല നിങ്ങൾക്ക് ഇത് ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യാം, ബാങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ക്യാഷ് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, ഇനി സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് ഇതിലേക്ക് സ്കിൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, അതുപോലെ ടെക്നിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഗൂഗിൾ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗാർത്ഥികളെ അവരെന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രീ ഇൻ്റർവ്യൂ ഫോർമാലിറ്റീസ് എന്ന് പറയും. അതായത് ഇൻ്റർവ്യൂവിൻ്റെ മുൻപുള്ള ഫോർമാലിറ്റീസിൻ്റെ ആ ഒരു രീതിയിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ഇമെയിൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു ഫോം ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന അവർ പറയുന്ന രീതിയിൽ ആ പറയുന്ന ഡേറ്റിൽ നമ്മൾ ഈ പറയുന്ന സെലക്ഷന് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നു. ആ ഗൂഗിൾ ഫോമിൽ ഏറ്റവും എന്താണ് ഈ സ്യൂട്ടബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ അവരെന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന പ്രീ ഇൻ്റർവ്യൂ, അതായത് ഇൻ്റർവ്യൂവിൻ്റെ മുൻപായുള്ള സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ആ സ്റ്റേജിലേക്ക് അവർ സെലക്ട് ചെയ്ത് വെക്കും. അതുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും മെയിൽ വഴി. അങ്ങനെ മെയിൽ വഴി ഇൻഫോം ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മെയിൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇനി ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെന്യൂ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ അതിൻ്റെ എന്താണ് ടൈമും കാര്യങ്ങളും വെന്യൂ ഒക്കെ പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മളെ ഇമെയിൽ വഴി നമ്മൾ അറിയിക്കും. അപ്പോൾ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 72 വേക്കൻസിയാണ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ. B1 വന്നിരിക്കുന്നത്. B2 ആണെങ്കിൽ 28 വേക്കൻസിയാണ്. അതിൽ തന്നെ SCക്ക് 15, ST നമുക്ക് 7 വേക്കൻസി, OBCക്ക് 27, EWS 10, ജനറൽ 41. ഇങ്ങനെയാണ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതായത് റിസർവേഷൻ കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഇനി നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം. അതിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. ഇൻ്റർവ്യൂവിന് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകണ്ടേ. അതിലൊന്ന് നിങ്ങൾക്ക് റെസ്യൂമെ കൊണ്ടുപോകണം. നമ്മളൊരു റീസെൻ്റ് ആയുള്ള റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം. റെസ്യൂമൊക്കെ ഉണ്ടാക്കേണ്ട വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊണ്ടുപോകണം. ഈ പറയുന്ന എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ, എന്താ മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോകണം. അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം ഒറിജിനൽ. അതൊക്കെല്ലാം ഫോട്ടോസ്റ്റാറ്റും വേണം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് പ്രൂഫ് ഓഫ് ബർത്തിന് വേണ്ടി സ്കൂൾ SSLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്രസ്സ് കാണിക്കുന്നതിന് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, അത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പാസ്പോർട്ട്, അതേതെങ്കിലും ഒന്നും മതി. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം. SC ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ കൊണ്ടുപോകണം. ID പ്രൂഫ് കൊണ്ടുപോകണം. ഇതൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ അവരെ അറിയിക്കും. ഒപ്പം തന്നെ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ അറിയിക്കും അവർ മെയിൽ. ആ സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണ് ഇതൊക്കെ കൊണ്ടുപോകേണ്ടത്. ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളിതൊന്നും എന്താ സ്കാൻ ചെയ്തൊന്നും വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോമാണ്. അടുത്ത പ്രിൻറ്റഡ് ഫോട്ടോ, പ്രിൻറ്റഡ് പ്രൂഫ് ഓഫ് പേയ്മെൻറ്റ്, നമ്മൾ പേയ്മെൻറ്റ് അടിച്ചതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അത് എടുത്ത് വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്താൽ അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക വെക്കുക. അതും പാടെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ഇത് എക്സ് സർവീസ്മാൻ ഉള്ളതാണ്, സർവീസ് ഡിസ്ചാർജ് ബുക്ക് കേട്ടോ. നമ്മൾ നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പ്രീ ഇൻ്റർവ്യൂ ഫോർമാലിറ്റീസിയുടെ ഭാഗമായിട്ട് ഇതിലൊരു ഫോം ഉണ്ട്. ആ ഫോം ഞാൻ കാണിക്കാം. ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്യണം.
ഓക്കെ, അത് പ്രീ ഇൻ്റർവ്യൂ ഫോർമാലിറ്റീസിൻ്റെ ആ സമയത്ത് മതി. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോം ഞാൻ കാണിക്കാം. ആ ഫോം നമ്മളുടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഉണ്ട്. അത് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഓക്കെ, ഇനി അവർ വേറെ ഫോം അപ്പം തരുമോയെന്ന് അറിയില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു മാതൃക ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോ ഒട്ടിച്ച് സൈൻ ചെയ്യാനും എന്നാൽ നിങ്ങളിപ്പം ചെയ്തോളണമെന്നില്ല, ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ബേസിക് കാര്യങ്ങളാണ് അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഇൻഫോം ചെയ്യുന്ന സമയത്ത് അവരെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ ഫോം നമ്മളിപ്പം ഫില്ല് ചെയ്ത് വെക്കണം എന്നില്ല, കാരണം ഇത് പ്രീ ഇൻ്റർവ്യൂ സമയത്താണ് നമുക്ക് ആവശ്യമെന്നാണ് അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സമയത്തേക്ക് സെറ്റ് ആക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഗൂഗിൾ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം ഞാൻ ജസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കാണ് നിങ്ങൾക്ക് തരിക. ആ ലിങ്കിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും കിട്ടും. അത് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾക്ക് കാണാം AISL എന്ന് പറഞ്ഞിട്ട് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തരാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് ടേബിൾ. ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം. എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ B1 ആണെങ്കിലും B2 ആണെങ്കിലും നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ട്രെയിനി ടെക്നീഷ്യൻ, അതായത് ലെസ് ദാൻ 1 ഇയർ ഡ്യൂറേഷനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ട്രെയിനി ടെക്നീഷ്യനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ട്രെയിനി ടെക്നീഷ്യൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് എന്നിട്ട് അവരുടെ ഗൂഗിൾ ഫോമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, മുംബൈ വേക്കൻസി നോട്ടിഫിക്കേഷൻ ഫോർ ട്രെയിനി എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ. ഇത് നിങ്ങൾ നോക്കണം കേട്ടോ. മറ്റേ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ മാത്രമാണോ എന്നുള്ളത് നോക്കണം, ഇത് ട്രെയിനി ടെക്നീഷ്യൻ ആണോ എന്നുള്ളതൊക്കെ നോക്കണേ. ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് B1ലേക്കാണോ B2ലേക്കാണോ അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, ഏജ് 1 ജൂൺ 2024 നിങ്ങൾക്ക് എത്ര ഏജ് ആയി നിങ്ങളിവിടെ കൊടുക്കണം. അതിന് നമ്മുടെ വെബ്സൈറ്റിൽ എന്താണ് ഈസി ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിലെ ഈസി ടൂൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്റർ വരും. ആ ഏജ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൽ എഴുതാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ദെൻ സിറ്റി ഓർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് കൂടെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കാം നിങ്ങൾ. അതിനുശേഷം നാഷണാലിറ്റിയുടെ ഇന്ത്യൻ കൊടുക്കാം. ദെൻ പെർമനൻറ്റ് അഡ്രസ്സ് ഇതിൽ കൊടുക്കാം. ദെൻ ഇമെയിൽ അഡ്രസ്സ് കൂടെ കൊടുക്കാം. മൊബൈൽ നമ്പർ കൊടുക്കാം. ദെൻ ഏതാണ് നമ്മുടെ കാറ്റഗറി, SC OBC ഏതാഴ്ച കൊടുക്കാം. ജനറൽ ആണെങ്കിൽ ജനറൽ എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ദെൻ അടുത്ത നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഈ സെമി ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ ആളുകളാണോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ ചോദിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഡിപ്ലോമ ചെയ്തവരാണോ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ HSC +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടും സെലക്ട് ചെയ്യുക. SSC എന്ന് ഉദ്ദേശിക്കുന്നത് 10th ആണ്. ദെൻ HSC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൊടുക്കുക. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇത് ടിക്ക് ചെയ്യേണ്ട, ഒന്ന് അൺടിക്ക് ചെയ്ത് HSC അൺടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് AIME ഡിപ്ലോമ 2 or 3 years ഡ്യൂറേഷനിലാണോ, ഇനി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണോ 3 year ഡ്യൂറേഷനിൽ, ഡിപ്ലോമ ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, ഇനി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഏതാണ്, ഇതിൽ ഏതാണ് നമ്മളുടെ വെച്ചാൽ നമ്മളത് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഈ പറയുന്ന എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സബ്സിഡിയറി കമ്പനിയിലൊക്കെ നമ്മൾ എന്താണ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവരാണോ എന്നാണ്. അത് നമ്മൾ നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. ഇതിനടുത്ത് നമ്മളോട് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ട്രെയിനീസ് ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ലെസ് ദാൻ 1 year ആണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. അത് നമ്മൾ ജസ്റ്റ് അവിടെ ടിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, മറ്റേതാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിനനുസരിച്ച് എത്ര വർഷം എക്സ്പീരിയൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും. ഇതിനടുത്ത് നമ്മളോട് ചോദിക്കുന്നത് നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഫീ ആണ്. ഇപ്പോൾ 1000 ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ കാറ്റഗറി ഒന്ന് മാറ്റി നോക്കുകയാണ്. ഞാൻ SC ഇട്ട് നോക്കുകയാണ്. ഇപ്പോൾ SC ഇട്ട് നോക്കുമ്പോൾ നമുക്കവിടെ ഫീൻ്റെ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ, ഫീൻ്റെ കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നോട്ട് ആപ്ലിക്കബിൾ ഓപ്ഷൻ 3 എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ SCൻ്റെത് അവർ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു കൺഫ്യൂഷനാണ്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇതിനനുസരിച്ച് കൊടുത്തു നോക്കാം. നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുത്തു നോക്കാം. പക്ഷെ അവർ റിജക്റ്റ് ആക്കുമോ എന്നറിയില്ല. ഓക്കെ, നമുക്ക് ഫീ ബാധകമല്ല എന്നുള്ളത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഗ്യാരണ്ടി പറയില്ല കേട്ടോ, കാരണം നമുക്ക് നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അവർ. നമ്മൾ 1000 എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ഡേറ്റ് കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, എന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന 9 ആണ്. അപ്പോൾ ഞാൻ 9/6/2026 എന്നുള്ളത് കൊടുക്കുക. അതാണ് നമ്മൾ എന്നാണ് ഫോം ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റാണ് കൊടുക്കേണ്ടത്. പ്ലേസ് എന്നുള്ള നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അഗ്രി എന്ന് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇതൊരൊറ്റ സിംഗിൾ ഫോമുള്ളൂ, വളരെ സിമ്പിളായുള്ളൊരു ഫോമാണ്.
ഒറ്റ സിംഗിൾ ഫോമുള്ളൂ. നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നമുക്ക് മെയിൽ അയക്കുക. ആ മെയിൽ വഴിയാണ് പിന്നീട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും. നിങ്ങളുടെ മെയിൽ നിങ്ങൾ ഇടയ്ക്ക് ഓപ്പൺ ആക്കി നോക്കണം. അപ്പോൾ ഇത് ഇത്രയും വളരെ സിമ്പിളായൊരു ഫോമാണ്. ഇത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.